നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ കമ്പ്യൂട്ടറോ സ്മാർട്ട് ഫോണോ നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? എന്തായാലും ഞാനൊരു കാര്യം പറയാം. എയുടെ ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ചാറ്റ് ബോട്ടുകളോ അല്ലെങ്കിൽ ജസ്റ്റ് ഇൻ്റർനെറ്റ് തിങ്സോ ഒന്നും ആയിരിക്കത്തില്ല. നമ്മളെ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കി നമ്മുടെ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന ഒരു ഏജൻസാണ് ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്നത്. ഏജൻറ്റുകൾ നമ്മുടെ ഒരു ദിവസം പ്ലാൻ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ട്രിപ്പ് നമുക്ക് വേണ്ടി പ്ലാൻ ചെയ്ത് തരിക, അല്ലെങ്കിൽ നമ്മുടെ വീട് നമുക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത് തരിക, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ A to Z എടുത്ത് ചെയ്യും. വെൽക്കം ടു ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ദ മലയാളി പോഡ്കാസ്റ്റ്, കണക്റ്റിംഗ് ദ ലൈഫ് ഓഫ് മലയാളീസ് അറൗണ്ട് ദ വേൾഡ്. ഞാൻ കൃഷ്ണലാൽ, നോട്ട് ആൻ AI. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ജനറേറ്റീവ് AIയും അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന AI ചേഞ്ചസിനെ പറ്റിയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മൾ ചാറ്റ് GPT യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻഫോർമേഷൻസാണ് കിട്ടുന്നത്. അവിടെ കംപ്ലീറ്റ് ടാസ്ക് അവിടെ ചെയ്യുന്നില്ല. പക്ഷേ വരുന്ന 6 മാസത്തിലെ AI ഏജൻറ്റുകളിലൊരു വരവാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതായത് നമ്മുടെ നിത്യം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് വർക്കോ ടാസ്കോ എന്തും അവർ കംപ്ലീറ്റ്ലി എടുത്ത് A to Z ചെയ്യുന്നൊരവസ്ഥ. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാനൊരു സിനാരിയോ പറയാം. എൻ്റെ ഫ്രണ്ട് ഹരി, അവനൊരു ഫാഷൻ സ്റ്റോറുണ്ട്, ഓൺലൈൻ ഫാഷൻ സ്റ്റോർ. മെൻസിൻ്റെ ഡ്രസ് ഐറ്റംസാണ് അവൻ സെല്ല് ചെയ്യുന്നത്. അവൻ ഡെയിലി ഒരു 3 to 4 hours അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ലൈക്ക് മാർക്കറ്റിങ്ങും സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസും ഡെയിലി വരുന്ന എൻക്വയറീസും എല്ലാം കാര്യങ്ങളായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി ഒരു 3 to 4 hours അവൻ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഒരു AI ഏജൻറ്റിനെ ഏൽപ്പിക്കുകയാണെങ്കിൽ ആളൊരു 20 minutes എല്ലാ കാര്യവും ചെയ്യും. അതായത് ഫ്രം ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക, അത് ആഡായിട്ട് കൺവേർട്ട് ചെയ്യുക, അത് ടാർഗറ്റ് ഓഡിയൻസിലേക്ക് മെറ്റയോ അല്ലെങ്കിൽ ഗൂഗിളോ ത്രൂ ആഡ് ക്യാമ്പയിൻസ് നടത്തുക, ഇതെല്ലാം ഒരാൾ നമുക്ക് വേണ്ടി ചെയ്തു തരികയാണ്, ഒരു ഡിജിറ്റൽ സ്റ്റാഫ്. ആൾ ഈ പറഞ്ഞ എൻക്വയറീസ് വരുമ്പോൾ, വാട്സപ്പ് ത്രൂ എൻക്വയറീസ് വരുമ്പോൾ ലൈവായിട്ട് 24 hours ഇൻട്രാക്ട് ചെയ്ത് സെയിൽസ് കൺവേർട്ട് ചെയ്യും. അപ്പോൾ അവിടെ ഒരു സ്റ്റാഫിൻ്റെ ആവശ്യമില്ല. അതുകൂടാതെ നമ്മുടെ ഇത്രയും കാര്യങ്ങൾ, എല്ലാ ആക്ടിവിറ്റീസും ആൾ മോണിറ്റർ ചെയ്തിട്ട് നമുക്ക് ചെയ്തു തരും. ജസ്റ്റ് ഒരു കോഫി ബ്രേക്കിനിടയിൽ ഇതെല്ലാം വായിച്ചു നോക്കി, അല്ലെങ്കിൽ ആൾ ചെയ്യുന്ന ടാസ്ക് എല്ലാം നോക്കിയിട്ട് ജസ്റ്റ് ഒരു ഓക്കെ, ആ ഒരു ഓക്കേയിൽ എല്ലാ കാര്യവും അവിടെ സ്റ്റാർട്ടാവുകയാണ്, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു സൊല്യൂഷൻ വരെയാണ്. ഈ പറഞ്ഞൊരു സിനാരിയോ വളരെ വിദൂരമൊന്നുമല്ല. ഓൾറെഡി ഏജൻസ് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് പല ടാസ്കുകളും ഓട്ടോമേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഏൽപ്പിക്കാനും വരുന്ന അവസ്ഥയായി തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഏജൻറ്റിൻ്റെ പവർ. അവർ നമ്മളൊരു ഡിജിറ്റൽ എംപ്ലോയി ആയിരിക്കുള്ളൂ. അവരെ ഒരിക്കലും ദേ ഡോണ്ട് ജസ്റ്റ് റെസ്പോണ്ട്, അവരെ നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുകയാണ്. നമ്മുടെ പെർഫോമൻസ്, അല്ലെങ്കിൽ നമ്മുടെ പ്രിഫറൻസ്, ഹിസ്റ്ററി, നമ്മുടെ ഗോള് എല്ലാത്തിനും അവർ കൃത്യമായിട്ടൊരു അനാലിസിസിങ് വെച്ചിട്ടായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത്. നമുക്ക് വേണ്ടി മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യുക, അല്ലെങ്കിൽ റിപ്പോർട്ട്സ് ക്രിയേറ്റ് ചെയ്യുക, നമ്മുടെ ഡാറ്റ മോണിറ്റർ ചെയ്തിട്ട് കൃത്യമായിട്ട് നമുക്കൊരു ഫീഡ്ബാക്ക് തരിക. ലൈക്ക് ഓപ്പൺ എയുടെ ഓപ്പറേറ്റ് എന്നൊരു പ്ലാറ്റ്ഫോം ഈ ഇടയ്ക്ക് ഇൻട്രൊഡ്യൂസ് ആയിട്ടുണ്ട്. അത് ഒരു നമ്മുടെ മാർക്കറ്റിലേക്ക് എത്തി വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിലൊക്കെ ഇതുപോലെ നമുക്ക് വേണ്ടിയുള്ള ടാസ്കുകൾ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി നമുക്ക് വേണ്ടി ചെയ്തു തരും. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ചാറ്റ് GPT പോലത്തെ പ്ലാറ്റ്ഫോമുകൾ ലാർജ് ലാംഗ്വേജ് മോഡലാണ്. അപ്പോൾ അതിലൊരുപാട് ഇൻഫോർമേഷൻസ് ഉണ്ട്. അപ്പോൾ ചില കേസുകളിൽ നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് ഇൻഫോർമേഷൻസ് കിട്ടണമെന്നില്ല. ഒരു പർട്ടിക്കുലർ നീഷ് എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്കവിടെ ചില രീതിയിൽ ഇൻഫോർമേഷൻ്റെ ലാക്ക് വരാറുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് സ്മോൾ ലാംഗ്വേജ് മോഡൽ, ഇപ്പോൾ കൂടുതലായിട്ട് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നൊരു ടൈപ്പ് ഓഫ് മോഡലാണ് സ്മോൾ ലാംഗ്വേജ് മോഡൽ. അപ്പോൾ ലൈക്ക് നമുക്കൊരു പർട്ടിക്കുലർ നീഷിൽ നമുക്ക് വേണ്ട ഇൻഫോർമേഷൻസ് എല്ലാം തരുന്നൊരു ആപ്ലിക്കേഷൻസ് ആയിരിക്കും. ലൈക്ക് ഇപ്പോൾ ഒരു മെഡിക്കൽ ഫീൽഡിൽ, അല്ലെങ്കിൽ ഒരു ലൈക്ക് എൻജിനീയറിംഗ് ഫീൽഡിൽ, അല്ലെങ്കിൽ സ്പെസിഫിക്കലി ഒരു സിവിൽ എൻജിനീയറിംഗ് ഫീൽഡ്, അങ്ങനെ ഒരു നീഷ് ബേസ് ആയിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻസ് നിലവിലിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ഓരോ ഇൻഡസ്ട്രിയിലും അതിന് ആപ്റ്റായ ഒരു ചാറ്റ് ബോട്ടുകൾ, ലൈക്ക് അത് നമ്മുടെ ആക്യുറസിന് ഒരുപാട് കൂട്ടും. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് മെസ്സേജ് വരാറുണ്ട്, പോഡ്കാസ്റ്റ് ഒന്നും കാണാറില്ലല്ലോ, പുതിയ എപ്പിസോഡ് എന്നാണെന്നൊക്കെ പറഞ്ഞിട്ട്. ആക്ച്വലി ഞാനൊരു ഫുൾ ടൈം പോഡ്കാസ്റ്റർ ഒന്നുമല്ല, ഒരു പാർട്ട് ടൈം പോഡ്കാസ്റ്ററാണ്. എനിക്ക് ഒരു പുതിയൊരു വിഷയം എൻ്റെ കയ്യിൽ കിട്ടുമ്പോഴാണ് ഞാൻ ഒരു എപ്പിസോഡായിട്ട് എപ്പോഴും വരാറ്, അല്ലെങ്കിൽ അത് നിങ്ങളോട് സംസാരിച്ചേ മതിയാവൂ എന്ന് തോന്നുമ്പോഴാണ് ഞാൻ എപ്പിസോഡ് ചെയ്യാറ്. ഈ ഒരു ലൈക്ക് ഇപ്പോൾ കഴിഞ്ഞൊരു വർഷമായിട്ട് ഞാൻ എപ്പിസോഡൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇതിനിടയിൽ ഞാൻ പോഡ്കാസ്റ്റിംഗ് അല്ലെങ്കിൽ അതൊന്നും ഞാൻ ഒരിക്കലും മറന്നിട്ടില്ല.
അവിടെ എന്ത് പുതിയതായിട്ട് ചെയ്യാം എന്നൊക്കെ ഞാൻ പലപ്പോഴും തിങ്ക് ചെയ്യാറുണ്ട്. ഇപ്പോൾ എനിക്ക് എക്സ്ട്രാ വേറൊരു ഇംഗ്ലീഷ് പോഡ്കാസ്റ്റ് ഉണ്ട്. ആക്ച്വലി അതിന് എവിടെയും പബ്ലിഷ് ചെയ്തിട്ടില്ല. പക്ഷെ അതിനെ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ അതൊരു ബുക്ക് റിവ്യൂയിങ് പോഡ്കാസ്റ്റാണ്. ഒരു 10 to 15 മിനിറ്റ്സിനുള്ളിൽ ഒരു ബുക്ക് എടുക്കുക, ആ ബുക്കിൻ്റെ റിവ്യൂ, അതിൽ രണ്ടുപേരും ഇൻട്രാക്ട് ചെയ്തിട്ടുള്ള ഒരു എപ്പിസോഡ്സാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കംപ്ലീറ്റ്ലി ഇംഗ്ലീഷിലാണ്. അത് ഞാനവിടെ ഒന്നും ചെയ്യുന്നില്ല. അത് കംപ്ലീറ്റ്ലി AI ആണ് എനിക്ക് വേണ്ടി ചെയ്യുന്നത്. ഞാനൊരു ട്രെൻഡിങ് ബുക്ക് എടുക്കുന്നു, ആ ബുക്കിൻ്റെ ഒരു റിവ്യൂയിങ് സ്ക്രിപ്റ്റ് ഞാൻ നമ്മുടെ ChatGPT യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്നു. വേറൊരു ആപ്ലിക്കേഷൻ ത്രൂ ഞാൻ അതിൻ്റെ രണ്ടുപേര് തമ്മിലുള്ള ഇൻട്രാക്ഷൻ പോഡ്കാസ്റ്റ് ടൈപ്പ് കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അത് ഞാൻ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് വീഡിയോ ആയിട്ട് എഡിറ്റ് ചെയ്യുന്നു. അവിടെ ഞാൻ ഒരു തവണ ഞാനൊരു കംപ്ലീറ്റ്ലി AI വീഡിയോ ക്രിയേറ്റ് ചെയ്തായിരുന്നു, രണ്ടുപേരും ഇൻട്രാക്ട് ചെയ്യുന്നത്. ഇതെല്ലാം നമുക്കൊരു ഇതിനോടുള്ളൊരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇത് ഞാൻ ഒരു ഒരു ഇൻകം സോഴ്സോ അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതല്ല, ഒരു ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ യൂട്യൂബ് ചാനലിൽ ഞാൻ ആ വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് ഷെഡ്യൂൾ ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ഒരുപാട് എപ്പിസോഡുകൾ ഞാനത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഞാൻ പാരലൽ ചെയ്യുന്നുണ്ട്. ഒരിക്കലും മലയാളി പോഡ്കാസ്റ്റിൽ എപ്പിസോഡ് ചെയ്യാത്തത് ഞാൻ പല കാര്യങ്ങളിലും ബിസിയാണ്. അതുകൂടാതെ എനിക്ക് നിങ്ങളോടിങ്ങനെ ഒരു ഫ്രഷായിട്ടൊന്നും പറയാനില്ലാത്തത് കൊണ്ടാണ്. പക്ഷേ എൻ്റെ AI വെർഷൻസ് അല്ലെങ്കിൽ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന മറ്റ് സംഭവങ്ങൾ പല പോഡ്കാസ്റ്റിംഗ് ചാനലുകളിലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഞാൻ 1-2 ആപ്ലിക്കേഷൻസിൽ എൻ്റെ ഈ വോയിസിനെ തന്നെ ക്ലോൺ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തു നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഞാനിനി എപ്പിസോഡ് ചെയ്യാൻ കാരണം കറൻ്റ് ഞാൻ AI ഏജൻസി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ അതെങ്ങനെ വരും എന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ ഒരുപാട് റിസർച്ച് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പം ഞാൻ അവിടെയും ചിന്തിച്ചത് പോഡ്കാസ്റ്റിനെ പറ്റിയാണ്. ഇപ്പോൾ ഒരു എപ്പിസോഡുകൾ, ഇപ്പോൾ ഒരു സിനാരിയോ ഞാൻ പറയാം. അതായത് ഇപ്പോൾ നമുക്കൊരുപാട് വിഷയങ്ങൾ, ന്യൂസുകൾ നമുക്ക് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന ഒരു പെർട്ടിക്കുലർ നീഷ് മാത്രം എടുത്തിട്ട് അതിൽ വരുന്ന ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്തിട്ട് അത് ഓട്ടോമാറ്റിക്കലി ഒരു പോഡ്കാസ്റ്റ് സ്ക്രിപ്റ്റായിട്ട് അത് ഓട്ടോമാറ്റിക്കലി ഒരു വോയിസ്, എൻ്റെ ക്ലോൺ വോയിസ് ആ ഒരു ആ ഒരു ടോപ്പിക്കിനെ പറ്റി ഒരു പോഡ്കാസ്റ്റ് സംസാരിച്ച് അത് പോഡ്കാസ്റ്റിംഗ് പ്ലാറ്റ്ഫോമിൽ പബ്ലിഷ് ആവുന്നൊരു റൂട്ട് മാപ്പ് ഞാൻ അത് ചിന്തിച്ചിട്ടുണ്ട്. ഞാനതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ AI ഏജൻസ് ഒരു കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ അതിൻ്റെ വർക്ക് ഫ്ലോ കംപ്ലീറ്റ്ലി മനസ്സിലാക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും എൻ്റെ അത്തരത്തിലുള്ള, അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു എൻ്റെ ക്ലോൺ വോയിസ് പറയുന്നൊരു ഇംഗ്ലീഷ് പോഡ്കാസ്റ്റ് ഉണ്ട്. അപ്പോൾ അവിടെയോ അല്ലെങ്കിൽ വേറൊരു പ്ലാറ്റ്ഫോമിലോ ഞാൻ അത്തരത്തിലൊരു ഓട്ടോമേറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് പോഡ്കാസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്മുടെ ഓഡിയോ പോഡ്കാസ്റ്റിൻ്റെ ബുക്ക് റിവ്യൂയിങ് പോഡ്കാസ്റ്റിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടി കേട്ട് നോക്കാം. ഞാൻ ഈ ഒരു പോഡ്കാസ്റ്റിൽ 120 എപ്പിസോഡിൽ കൂടുതൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ആ ടൈമിൽ റിലവൻ്റായ ടോപ്പിക്കുകളൊന്നുമല്ല, എന്നും കേൾക്കാൻ പറ്റുന്ന വിഷയങ്ങളെ പറ്റിയാണ് എപ്പോഴും ഞാൻ എപ്പിസോഡുകൾ ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പോഡ്കാസ്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ മുമ്പത്തെ എപ്പിസോഡുകൾ നിങ്ങൾക്ക് കേട്ട് നോക്കാം, നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാം. ഞാനെന്ന വ്യക്തിയെ AI ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതിൽ വരുന്ന പുതിയ മാറ്റങ്ങളും എല്ലാം ഞാൻ വളരെ ഇൻട്രസ്റ്റോടെ കാണുന്ന വ്യക്തിയാണ്. അതെങ്ങനെ എൻ്റെ വർക്ക് ഫ്ലോയിൽ അതെങ്ങനെ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ തന്നെ ഇപ്പോൾ ഒരുപാട് AI ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം എൻ്റെ ഡെയിലി വർക്കിംഗ് ടാസ്കിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാനൊരു ഡിജിറ്റൽ മാർക്കറ്ററാണ്. ഞാൻ ഒരുപാട് ഫ്രം സ്ക്രാച്ച് ടു നമ്മൾ ബ്രാൻഡിങ് എല്ലാം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഒരു വ്യക്തിക്ക് പല മൾട്ടിപ്പിൾ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ ഇത്രയും AI നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഞാൻ 5 കൊല്ലം മുമ്പ് ചെയ്തിരുന്ന 5 കൊല്ലം മുമ്പ് ഒരു മാസം ചെയ്തിരുന്ന കാര്യങ്ങൾ എനിക്ക് വേണമെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു പോഡ്കാസ്റ്റ് എപ്പിസോഡിൽ ഞാൻ ചിന്തിച്ചപ്പോൾ ഇന്നത്തെ എന്തൊക്കെ വേണം, എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്നൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, എനിക്ക് റിസർച്ച് ചെയ്യാൻ വേണ്ടി ഇത്തരം ടൂൾസ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഡിസൈൻ വൈസ് ആയിട്ടും അങ്ങനെ പല മാർക്കറ്റിങ്ങിൽ എന്തൊക്കെ ചെയ്യാം, അപ്പോൾ അതെല്ലാം എന്നെ AI ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് AIനെ മാറ്റി വെച്ചൊന്നും ജീവിക്കാൻ പറ്റില്ല. നമ്മൾ ഏത് ഫീൽഡിലായാലും AI മനസ്സിലാക്കിയിട്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോൾ ഒരു അക്കൗണ്ടിങ് ഫീൽഡിലായാൽ പോലും അല്ലെങ്കിൽ വേറെ ഡോക്യുമെൻറ്റേഷൻ ഫീൽഡായാലും എവിടെയും AI ഒരു കടന്നുകയറ്റമാണ് വരാൻ പോകുന്നത്. ഏജൻസ് വരുമ്പോൾ ഫസ്റ്റ് ജോബ് നഷ്ടപ്പെടാൻ പോകുന്നത് ഫ്രണ്ട് എൻഡിൽ കോൾ ചെയ്യുന്ന ആളുകളില്ലേ, നമ്മുടെ
ലൈക്ക് മാർക്കറ്റിംഗ് ടീമിനൊക്കെ എപ്പോഴും കോൾ അറ്റൻഡ് ചെയ്യുന്ന ടീംസ്, അവരുടെ ജോബായിരിക്കും ഫസ്റ്റ് നഷ്ടപ്പെടാൻ പോകുന്നത്. കാരണം ഏജൻസിനെ നമ്മൾ ഇത്രയും ഇൻഫോർമേഷൻസ് പഠിപ്പിച്ച് കഴിഞ്ഞാൽ ഒരാൾ കോൾ ചെയ്യുമ്പോൾ അയാൾക്ക് വേണ്ട ഇൻഫോർമേഷൻസ് ഏജൻറ്റിന് കൊടുക്കാൻ പറ്റും. അതും 24 hours അവർ വർക്ക് ചെയ്യുന്നത്. നോർമലി സ്റ്റാഫ് ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നത് 8 to 9 hours അല്ലേ. അപ്പോൾ ഒരു കമ്പനീനെ സംബന്ധിച്ച്, അതും വലിയ കമ്പനികളെ സംബന്ധിച്ച്, അത്തരം ഏജൻസാണ് അവർക്ക് എപ്പോഴും ഒരുപാട് ബെനഫിറ്റ് കൊണ്ടിരുന്നത്. കാരണം അവർക്ക് ഇഷ്ടമുള്ള രീതിയിലായിരിക്കും അവർ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ChatGPT ഒക്കെ തുടക്കത്തിൽ വന്ന സമയത്ത് ആക്യുറസി വളരെ കുറവായിരുന്നു. പക്ഷേ 4.5 വെർഷനിലേക്ക് എത്തിയപ്പോൾ തന്നെ ആക്യുറസി വളരെ കൂടുതലാണ്. ഒരു മനുഷ്യൻ എങ്ങനെയാണ് ചിന്തിക്കുന്നത് അതുപോലെയാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഒരു വെർഷൻ അവർ വെർഷൻ 5 വരുമ്പോൾ മനുഷ്യനേക്കാൾ മുകളിലേക്ക് ചിന്തിക്കുന്ന രീതിയിലായിരിക്കും വരുന്നത്. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഈ പറഞ്ഞ ഏജൻസ് വരുമ്പോൾ തുടക്കത്തിൽ ഒരുപാട് മിസ്റ്റേക്കുകളും അല്ലെങ്കിൽ ഒരു ചെറിയ ലൈക്ക് നമുക്ക് മനസ്സിലാവും ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അതൊരു AI ആണെന്ന്. പക്ഷേ ഒരു വിത്തിൻ ഇപ്പോൾ 6 months അത് എത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ബട്ട് ഒരു 2 years ഒരു ടൈം ഇൻ്റർവെൽ എന്തായാലും ഒരുപാട് വലിയ മാറ്റങ്ങളാണ് നമ്മുടെ ചുറ്റും, നമ്മുടെ ഇൻഡസ്ട്രിയിൽ, നമ്മുടെ വർക്കിംഗ് കൾച്ചറിലെല്ലാം വരാൻ പോകുന്നത്. സോ നമ്മൾ പ്രിപ്പയർ ആയിട്ടിരിക്കുക. അതിനോടൊപ്പം നമ്മുടെ ടെക്നോളജിയും കാര്യങ്ങളും മനസ്സിലാക്കി നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. പുതിയൊരു വിഷയം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അടുത്ത എപ്പിസോഡായിട്ട് ഞാൻ വരും. അതുവരെ നന്ദി, നമസ്കാരം.